ചെറിയ കാര്യമല്ല ഭായി. ഡൽഹി നമ്പർ അറിയില്ല, മിക്കവാറും MP ക്വാർട്ടേഴ്സിലാവും. അതെ, സോറി. അസംബായോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോറി. ബോംബെയിലെ പോലെ ഇവരെ എങ്ങനെ എളുപ്പം വിലക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഭായി. സോറി. ഞാൻ നാളെ ഒന്ന് നാട്ടിൽ പോയാലോ എന്ന്. ഇരിക്കെ. നാളെ ഞാനും ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ബോംബെ പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഡൽഹിക്ക് പോകുന്നു എന്നാണ് ഒരു കളവ് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ കാര്യമൊന്നുമില്ല. മുത്തശ്ശന്റെ ശതാഭിഷേകം. അമ്മയുടെ അച്ഛന്റെ. 83 വയസ്സായി. പക്ഷെ ഇപ്പോഴും നല്ല ആരോഗ്യമാണ്. വേണോട്ടം കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ അധിക സമയം ഇരുന്നില്ലല്ലോ. ഇല്ല, കണ്ടിട്ടില്ല. അച്ഛനെ മുറ്റത്തേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു വേഗം പോന്നു. മരിച്ച വിവരം അറിയിക്കുന്ന ജോലി അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. ഹലോ ഹലോ നമ്പ്യാർ. ഓഫീസിൽ വന്നത് ആരൊക്കെ വന്നിരുന്നു? എന്താ വിശേഷിച്ച്? അതല്ല, ഒരു ബോംബെ പാർട്ടി. ഓ വന്നിരുന്നു. ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോ പുള്ളിയുടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് കുറേക്കാനും ചാപ്പാട് കഴിച്ചിട്ടുണ്ട്. ആ പരിചയമുണ്ട്. ഹോട്ടല്, ട്രാൻസ്പോർട്ട് അതറിയില്ല നമ്പ്യാർ. എന്നോടെന്ത് ഡിസ്കസ് ചെയ്യാൻ? ഓക്കെ, ഞാൻ 4-5 ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. വന്നിട്ട് വിളിക്കാം. ഇത് വേറൊരു ശല്യം. വേണുവേട്ടനോടും വരാൻ നിർബന്ധിക്കണമെന്നുണ്ട് അച്ഛന്റെ കത്തില്. വേണുവേട്ടൻ എവിടേക്കാ യാത്ര? നിശ്ചയിച്ചിട്ടില്ല. അണ്ടർഗ്രൗണ്ട്. ഹാവ് എ ഡ്രിങ്ക്. എന്നാൽ അങ്ങോട്ട് പോവാമേ. ഒറ്റ ആളും അവിടെ തെരഞ്ഞു വരില്ല. അച്ഛനും എല്ലാവർക്കും വേണുവേട്ടൻ അവിടെ നിന്ന് വരുവാച്ചാൽ പണ്ട് വന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നോക്കട്ടെ. ഏതായാലും ഇവിടെ നിന്ന് കടക്കാൻ നിശ്ചയിച്ചു. ഇവര് സ്വൈര്യം തരില്ല. ശരി, അവിടെ കയറി അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാം. രാജമാമ വന്നിട്ടുണ്ട്. കാറിലാ. അമ്മാമ്മ വേഗം വരാൻ പറഞ്ഞു. വൈകുന്നേരത്തെ വണ്ടിക്കാ വരാന്നല്ലേ എഴുതിയിരുന്നത്? അല്ല, ആരോ പറഞ്ഞിരുന്നു അങ്ങനെ. ഓഹോ, പരിപാടികളൊക്കെ അപ്പോപ്പ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടല്ലേ. ഹോം സയൻസിൽ MSc തുടങ്ങണോ? അവിടെ പ്രോവിഡൻസിലെന്ന് ആരോ പറഞ്ഞപ്പോ എഴുതിയിരുന്നു. അന്വേഷിക്കാൻ. നീ ഇങ്ങോട്ട് വാ. സംശയങ്ങളൊക്കെ നേരിട്ടെന്ന് ചോദിക്കാലോ. നാടടിച്ച് ക്ഷണിച്ചിട്ടുണ്ടോ മാലേച്ചി? മുത്തശ്ശന്റെ ഒരു ആഗ്രഹമല്ലേ, നടത്തിയില്ലെന്ന് വേണ്ട. നമ്മള് സന്ധുബന്ധുക്കൾ ഉണ്ടാവും, അത്ര തന്നെ. ഗ്ലാസ്സിലാക്കണോ? വേണ്ട. എനിക്ക് വേണ്ട. രാജന് കൊടുക്കും. എന്നെ ആരും പിടിക്കൊന്നും വേണ്ടെന്നേ, ഞാൻ നടന്നോളാം. മുത്തശ്ശ, ഇതാണ് വേണുവേട്ടൻ. കുട്ടികൾ പറയാറുണ്ട്, എന്തോ നിങ്ങളുടെ ചിലരുടെ നല്ല മനസ്സുകൊണ്ട് ഇവിടെ അച്ചാലും പിച്ചാലും നടന്നിരുന്ന ഇവൻ ഒരു വഴിക്കായി എന്നൊരു സമാധാനമുണ്ട്. മുത്തശ്ശന് വേണോ? വേണ്ട, ഞാനുണ്ട്. ഒരു 11-11:30 എനിക്ക് വെച്ചേക്ക്. അച്ഛാ, ആ TV-യിൽ ഒരു റൂം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. ആ TV-യിലോ? നിനക്ക് പ്രാന്ത. ഇവിടെ ഒരു അസൗകര്യമില്ല. ടൗണിലെ മാതിരി കേമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും മുകളിലെ തെക്ക അറിയല് നല്ല കാറ്റുണ്ട്. ഓവർ നന്നാക്കിയിരിക്കണു. എഴുത്തച്ഛാ, കാറിന് ആ പെട്ടി സാധനങ്ങൾ എടുത്തോളൂ. ഈ സൗകര്യം പോരെന്ന് വേണമെങ്കിലൊന്ന് കയറി നോക്കാം. അയ്യോ, സൗകര്യം പോരാന്ന് വെച്ചിട്ടല്ല, വിരുന്നുകാരും തിരക്കുമൊക്കെ ആവുമ്പോ. ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല. ഒരു ഭഗവതി സേവയുണ്ട്. രാവിലെ ഗണപതി ഹോമവും അതിനും പറഞ്ഞിട്ടില്ലേ? ഉണ്ണാൻ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. ഉണ്ടാലും ഒന്ന് കിടക്കണം. കിടന്നോളൂ, ഞാനിവിടെ ഉണ്ടാവും. കിടന്നോട്ടെ. കാഴ്ചക്ക് ഇപ്പോഴും ഒരു മങ്ങലുമില്ല. പേപ്പർ മുഴുവൻ വായിക്കും.
ചെവി അസാരം പതുക്കുക. വല്ല കുറ്റോ കുറവോ പറയാച്ചാൽ അത് നമ്മൾ പിറുപിറുത്താ കൂടെ കേൾക്കുകയും ചെയ്യും. അടുക്കളയിലാരാ? ആ പണി കഴിച്ചിട്ട് വാ, എന്നിട്ട് വിസ്തരിച്ച് സംസാരിക്കുക. ആളെവിടെയും പോവില്ല. പണ്ട് വന്നപ്പോ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് ഇവക്ക് എന്നും ഈർഷ്യലുണ്ടായിരുന്നു. എടാ, നിനക്ക് ഞാൻ 2 കത്തയച്ചതിനും മറുപടിയില്ല. വേറെ ചിലർക്ക് റെഡിക്ക് മറുപടി. കാർ വിളിച്ചു വന്നത് എന്തിനാപ്പോ? ഞങ്ങളെയൊക്കെ ഒന്ന് ഞെട്ടിക്കാനോ? സിംഗപ്പൂരും ദുബായിലും ഒന്നും അല്ലല്ലോ. 6 മാസം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് മലമറിക്കണ ഉദ്യോഗാടാ എനിക്ക്? അത് ഇവിടെ ചോദിച്ചു. പണിയെടുപ്പിക്കണ മുതലാളി തന്നെ വന്നിരിക്കണു. ഇത് ചേച്ചി. ഇവർക്ക് കുളിക്കാൻ പോകുമ്പോ തുണ പോയിരുന്ന ആ പഴയ ചെക്കൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്നാണ് വിചാരം. ആ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, വേറൊന്നും വിചാരിക്കണ്ട. ശരീരം പോത്തോലായിട്ടെന്താ, ബുദ്ധി അവിടെ തന്നെ നിക്കല്ലേ. ഇവറ്റ രണ്ടും കണ്ടുമുട്ടിയ കടിപിടി തുടങ്ങി. അല്ല, കുളിക്കോ മറ്റോ വേണോ? വേണ്ട. വേണോട്ടാ, നമുക്ക് മുകളിലേക്ക് പോവാം. കൊള്ളയടിക്കാൻ അതിലൊരു സാധനമില്ല മാലേച്ചി. നല്ല ആളാ. കുട്ടികൾക്കും കൂടി ഒന്നും കൊണ്ടുവരാതെ കൈയും വീശി വന്നിരിക്കുന്നു. മുത്തശ്ശൻ ഒരു പൊതയും മഫ്ലറും വാങ്ങി. സന്തോഷാവട്ടെ. മാലേച്ചിക്ക് ഇപ്പൊ നല്ല ഗോളാണെന്ന് മനസ്സിലായി. ആരാ പറഞ്ഞത്? ആരെങ്കിലും പറയണോ? അപ്പുണ്ണിയേട്ടൻ കരാറെടുത്ത റോഡിലൂടെയാണ് ഞങ്ങൾ വന്നത്. ആന നിന്നാ കാണില്ല ഓരോ കുണ്ടും കുഴിയും. സർക്കാരിന്റെ കാശ് വെട്ടിക്കുന്നതിന് ഒരു കണക്കൊക്കെ ഇല്ലേ? എടാ, പതുക്കെ പറ, അന്യന്മാര് കേൾക്കണ്ട. നീ മുതലാളി എന്ന് മുമ്പ് പറഞ്ഞിരുന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വല്ല തന്തപ്പടിയാവുന്ന. എത്ര വയസ്സുണ്ടാവും? ഒരു 33. കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താടാ കല്യാണം കഴിക്കാത്തത്? വേണ്ട വെച്ചിട്ടാവും. ഒരു ശല്യമല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. വേണ്ടിയിരുന്നില്ല എന്ന് അപ്പുണ്ണിയേട്ടൻ തന്നെ തോന്നുന്നുണ്ടാവില്ലേ ഇപ്പോ സത്യത്തില്? ചെക്കാ, ഞാൻ മോന്തയ്ക്കുന്നു തന്നാലുണ്ടല്ലോ. ഇവിടെ വലിയൊരു വിഷയം വേണുവേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തതെന്നാ ഇപ്പോ. വാ ചേച്ചിയുടെ മക്കളാ. ഇത് രണ്ടും ആ തള്ളയും ചേർന്ന് എന്താ മോഷ്ടിക്കാനുള്ളതെന്ന് നോക്കുമായിരുന്നു എന്റെ പെട്ടിയില്. അമ്മിണിക്കുട്ടി പാട്ട് പഠിക്കുന്നുണ്ട്. ഇത് ബാബു. ഫാൻസി ഡ്രസ്സിൽ എനിക്ക് എന്ത് വിഷമായിരുന്നു? കാട്ടാളൻ. ഓ, എന്നിട്ട് സമ്മാനഫലം കിട്ടിയോ? ആ, കിട്ടി. സെക്കൻഡ് പ്രൈസ്. എന്റെ മ്യൂസിക് വരുന്ന ഡോളില്ലേ, അതിവൻ കേടാക്കി രാജമാമേ. ഞാനല്ല, ചേച്ചി വെറുതെ ഓരോന്ന് പറയണ്ട. അത് തന്നെ കേടോന്നാ. തന്നെ കേട്ടോറിയ നീ എന്നെ എനിക്കറിയാം. ഞാൻ തൊട്ടിട്ട് കൂടില്ല പറഞ്ഞു. നീ തൊട്ട് ഞാൻ കണ്ടതല്ല. ഞാൻ തൊട്ടിട്ട് കൂടില്ല പറഞ്ഞില്ല. വഴക്കൂടിയാലുണ്ടല്ലോ ദേ, ഈ അമ്മാമ്മയ്ക്ക് കലി കയറും. ദേഷ്യം വന്ന ചെറിയ കുട്ടികളെ പിടിച്ച് അങ്ങനെ വിഴുങ്ങിക്കളയും. കാട്ടാളനും കാട്ടാളത്തി ഇപ്പൊ അടുക്കളയിൽ പോയി അവിടെ വലിയ കാട്ടാളത്തിൽ എന്തൊക്കെയാ ചെയ്യുന്ന നോക്ക്. ചെല്ലിയല് നിലയന്നൂർ ഒരു ചെറിയ ടൗണാ. 20 മൈലുണ്ടാവും. അവിടെ ഗവൺമെന്റിന്റെ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട്, ഒരു AC റൂമും ഉണ്ട്. ഇത് മതി, ധാരാളം. ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ ഹോളിഡേസിൽ നീ എന്തിനാ ടൗണിൽ നിൽക്കണേ? നൈസ് പ്ലേസ്. ഇങ്ങനെ വീടും ആൾക്കാരും ഒക്കെ ഉണ്ടാവുന്ന തന്നെ ഒക്കെ ആയിരിക്കണം. ശിവേട്ടന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു അച്ഛാ, ബോംബെന്ന്. പരിചയപ്പെട്ടവർക്കൊക്കെ അവനെന്ന് വെച്ചാ കയ്യാലെ നിൽക്കണയിടത്ത് പുതിയ ഫാഷൻ ഒരു നല്ല വീടുണ്ടാക്കണം. റോഡിന്റെ സൈഡിൽ സ്ഥിരമായിട്ട് വാടക കിട്ടാൻ 5 മുറി പീടി എടുക്കണം. അങ്ങനെ പല മോഹങ്ങളും പറഞ്ഞിട്ട് പോയ ആളാ. വേണേട്ടാ വരൂ. ശിവൻകുട്ടി പോയ സ്ഥാനത്ത് ദൈവം ഒരാളെ തന്നു. എനിക്കും ഇവന്റെ അമ്മയ്ക്കും ഉള്ളിൽ എപ്പോഴും ആ ഒരു വിചാരമുണ്ട്. ഇവനെ കൊണ്ടുപോയി ഒരു വഴിക്കാക്കിയത് കൊണ്ട് ബുദ്ധിമുട്ട് കൂടാതെ കഴിയണമെന്ന്. എന്നും ഞങ്ങളാച്ചാലില്ലാത്ത കാലത്തും ഇവിടുത്തെ കുട്ടികളെ പറ്റി ഒരു ശ്രദ്ധയുണ്ടാവണം. അതേ എനിക്ക് പറയാനുള്ളൂ. വരൂ, കഴിക്കുക.